ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറി ബ്ലോസംസ് ആഫ്റ്റർ വിൻ്ററിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ഹേബോമിന് ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നത് വരെയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവൻ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിലൊരു പെണ്ണ് പറയുകയാണ് സിയാങ്സു വരാത്തത് കൊണ്ട് ഒരുപാട് വർക്ക് ചെയ്യാനായിട്ടുണ്ടെന്ന്. ഇവിടെ നമുക്ക് റീനു എന്ന് വിളിക്കാം. അപ്പോൾ ഹേബോം പറയുകയാണ് അവന് പാർട്ട് ടൈം ജോബുണ്ട്, അത് അവൻ ബിസി എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഹേബോമിനെ ടേസങ്ങിനെയാണ്. ടേസങ് ഹേബോം കൂടെ ഇരിക്കുന്ന സമയത്ത് ടേസങ് ഹേബോമിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹേബോം എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാനിപ്പോൾ നിന്നെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ടേസങ് പറയുന്നു നീ ചുമ്മാ കള്ളം പറയല്ലേ, നീ ഇങ്ങനെ കള്ളം പറയുന്നത് തുടരുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ടെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹേബോമിനെ ആൻറ്റി കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്ന സമയം ടേസങ് ആണെങ്കിൽ അവനെ സംസാരിക്കാനേ സമ്മതിക്കുന്നില്ല, അവനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അത് കാരണം അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കോൾ കട്ട് ചെയ്തിട്ട് അവനാണെങ്കിൽ ടേസങ്ങിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ആൻറ്റി അങ്ങോട്ട് കോൾ ചെയ്യാത്തേന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നത്, ഇപ്പം നിന്നെ ഇങ്ങോട്ട് അമ്മ വിളിക്കുകയില്ലേ, പിന്നെ എന്തിനാന്ന്. അപ്പോൾ അവൻ പറയുന്നു അങ്ങനെയല്ല ടേസങ്, ആൻറ്റി എന്നെ വിളിക്കുന്നതും അതുപോലെ നീ അങ്ങോട്ട് ആൻറ്റിയെ വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവനാണെങ്കിൽ പറയുന്നു ആ ശരി ഞാൻ വിളിക്കാമെന്ന്. അതിനുശേഷം ടേസങ് ആണെങ്കിൽ അവനെ കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. കിസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും കാണിക്കുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് കോളേജാണ്. ക്ലാസ് കഴിഞ്ഞ് ഹേബോം പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് യൂറി വരുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ് ഹേബോം നീയും ടേസങ്ങും ഒരുമിച്ചല്ലേ ലഞ്ച് കഴിക്കുന്നത്, ഞാനും ഇന്ന് നിങ്ങളോടൊപ്പം വന്ന് ലഞ്ച് കഴിക്കട്ടെ എന്ന്. അപ്പോൾ ഇവള് പറയുന്നത് കേട്ടിട്ട് ഹേബോം ചോദിക്കുന്നു ഞങ്ങളുടെ കൂടെയോ എന്തിനെന്ന്. അപ്പോൾ അവൾ പറയുന്നു അത് പിന്നെ ഞാനന്ന് ഗ്രൂപ്പ് പ്രോജക്റ്റ് മിസ്സാക്കിയില്ലേ, അപ്പോൾ ഞാൻ കരുതി നിനക്ക് ലഞ്ച് വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹേബോം ചോദിക്കുന്നു അതിന് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ അല്ലല്ലോ ടേസങ് എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവൾ പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നീയും ടേസങ്ങും എന്നും ഫുഡ് ഒരുമിച്ചല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഇന്ന് നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവ ഒറ്റയ്ക്കാകില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവനും തോന്നുന്നു അവൾ പറയുന്നത് ശരിയാണെന്ന്. അങ്ങനെ അവൻ പറയുന്നു ഓക്കെ ഒരുമിച്ച് ലഞ്ച് കഴിക്കാമെന്ന്. അതിനുശേഷം ഒരു റെസ്റ്റോറൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ടേസങ്ങിനാണെങ്കിൽ ഇവളിവിടെ ഉള്ള കാര്യം അറിയത്തില്ല. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറിയതിന് ശേഷമാണ് ടേസങ്ങിന് മനസ്സിലാകുന്നത് ഹേബോമും അവനും അല്ലാതെ ഇന്ന് കഴിക്കാനായിട്ട് ഇവളും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ടേസങ്ങിനാണെങ്കിൽ അങ്ങോട്ട് പോകാനേ ഇഷ്ടമാകുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഹേബോമാണെങ്കിൽ അവനെ നിർബന്ധിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ടേസങ്ങിനെ കണ്ടുടനെ യൂറി പറയുകയാണ് ഞാൻ ഹേബോമോ ഒരുമിച്ചാണ് ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യുന്നത്, അപ്പം ഞാൻ കരുതി അവന് ലഞ്ച് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. എന്തായാലും ഈ മെനു കാർഡിലുള്ള ഏതാണെന്ന് എനിക്കിഷ്ടം അത് നീ ചൂസ് ചെയ്യുന്നു പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് മെനു കാർഡും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഹേബോമിന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട്. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹേബോം എനിക്ക് ടേസങ്ങിനെ ഇഷ്ടമാണ്, നീ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നത്. ഹേബോമിനാണെങ്കിൽ ആ മെസ്സേജ് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനാണെങ്കിൽ യൂറിയെ തന്നെ നോക്കുന്നുണ്ട്. ഈ സമയം ടേസങ് ആണെങ്കിൽ അവളോട് ചോദിക്കുന്നു നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. ഇത് കേൾക്കുന്ന യൂറി ആണെങ്കിൽ അവനോട് ചോദിക്കുന്നു എന്താ നീ അങ്ങനെ പറഞ്ഞത്, നിനക്കെന്താ എന്നെ ഇഷ്ടമായോ, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ടേസങ് പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമൊന്നും അല്ല, ഞാൻ ഓൾറെഡി ഒരാളെ ഡേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന അവൾ ചോദിക്കുന്നു അതിനിപ്പോൾ എന്താ, നീ എന്നാൽ ഞങ്ങളെ രണ്ടുപേരെയും ഡേറ്റ് ചെയ്ത് ചിലപ്പോൾ നിൻ്റെ മൈൻഡ് ചേഞ്ച് ആയാലോ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ടേസങ് പറയുകയാണ് അങ്ങനെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല, പിന്നെ നീ ഈ ഒരു കാര്യം കൂടെ കേട്ടോ, ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യാൻ പോയിട്ട് ഒരു ഫ്രണ്ടായിട്ട് പോലും കൂട്ടില്ല എന്ന്. എന്നിട്ട് അവൻ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നിട്ട് എണീറ്റ് പോകുമോ എന്ന്. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എണീറ്റ് പോവുകയും. അപ്പോൾ ഹേബോം ആണെങ്കിൽ അവളെ പറഞ്ഞു നിർത്താനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അവളാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. അപ്പോൾ ടേസങ് ഇത് കണ്ടിട്ട് അവനോട് പറയുകയാണ് അവൾ പോകണമെങ്കിൽ പോട്ട്, നീ അവിടെ ഇരിക്കാനായിട്ട് നോക്കുന്നത്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. കടയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഹേബോം വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ടേസങ് ചോദിക്കുന്നു ഹേബോം നീ എന്തിനാ അവളെ പറ്റി ഓർത്തിങ്ങനെ വറിയാകുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ അവളെ പറ്റി ഓർത്തല്ല വറിയാകുന്നത്, നിന്നെ പറ്റി ഓർത്തിട്ടാണെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് പിന്നെ സോറി എനിക്ക് അറിയത്തില്ലായിരുന്നു അവൾ എന്തിനായിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതൊന്നും സാരമില്ലെന്ന്. എന്നിട്ട് ടേസങ് ആണെങ്കിൽ ഹേബോമിൻ്റെ കവിളിൽ പിടിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഹേബോം ആണെങ്കിൽ നല്ല ഷൈ ആകുന്നുണ്ട്. പിന്നെ ഹേബോമും റീനുവും കൂടി ബാക്കി പ്രോജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ റീനു പറയുകയാണ് ഞാനിപ്പോൾ നല്ല ടയേർഡാണ്, നമുക്കിപ്പോൾ നിർത്താമെന്ന്. അപ്പോൾ അവൻ പറയുന്നു ശരിയെന്ന്. എന്നിട്ട് റീനു ചോദിക്കുന്നു പിന്നെ ഹേബോം യൂറി എന്തുകൊണ്ടാണ് പ്രോജക്റ്റ് ചെയ്യാൻ വരാത്തതെന്ന് നിന്നോട് അവൾ പറഞ്ഞായിരുന്നോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു എന്നോടൊന്നും അവൾ പറഞ്ഞില്ല എന്ന്. അത് കേട്ടിട്ട് റീനു പറയുന്നു ഇവർക്കൊന്നും ഒരു കാര്യത്തിലും ഒരു റെസ്പോൺസിബിലിറ്റി
രക്ഷയില്ല, ഇങ്ങനെ പോണെങ്കിൽ ഞാൻ ഇതിനൊക്കെ റിവെഞ്ച് ചെയ്യുമെന്ന്. അപ്പോൾ ഹേബോം പറയുന്നു എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണുമായിരിക്കും, അതായിരിക്കും അവൾ വരാത്തതെന്ന്. വീട്ടിലെത്തിക്കഴിഞ്ഞ് ഹേബോം ആണെങ്കിൽ നിർത്താതെ മെസ്സേജ് അയക്കുന്നത് കണ്ടിട്ട് ടേസങ് ചോദിക്കുന്നു നീ ഇപ്പോഴും റീനുവിനാണോ മെസ്സേജ് അയക്കുന്നതെന്ന്. അപ്പോൾ ഹേബോം പറയുന്നു അത് പിന്നെ സിയാങ്സു ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോയത് കൊണ്ട് ഒരുപാട് വർക്ക് ചെയ്യാനായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ടേസങ് ചോദിക്കുകയാണ് അതിനിപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ ചോദിച്ചില്ലല്ലോ എന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നിനക്ക് എന്താണോ തോന്നുന്നത് നീ അതൊക്കെ ചെയ്യാൻ നോക്കെന്ന്. അപ്പോൾ ഹേബോം ആണെങ്കിൽ ടേസങ് ഒരുമാതിരിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി ടേസങ് നീ ചിരിക്കാനെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ചിരിക്കാതിരിക്കുന്നത് കണ്ടിട്ട് അവനാണെങ്കിൽ അവനെ ഇക്കിളിയാക്കി ചിരിപ്പിക്കുന്നുണ്ട്. അടുത്ത സീനിൽ അവർ 4 പേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ റോസ് ആണെങ്കിൽ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ ചെയ്ത കേക്ക് കൊണ്ടുവരുന്നത് കണ്ടിട്ട് ഹേബോം ചോദിക്കുന്നു അല്ല ഇന്ന് ആരെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന്. ഇത് കേൾക്കുന്ന റോസ് പറയാണ് ഡാ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണ്, അതുമാത്രമല്ല നിനക്ക് വേണ്ടി വാങ്ങിച്ച കേക്കാണ് അതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹേബോമിനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവൻ നല്ല സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഹേബോം എന്ന് അവനെ വിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റോസ് അവനോട് പറയണേ ഹേബോം നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ലെന്ന്. അപ്പോൾ റെൻ അവനോട് പറയണേ ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ് ഈ റോസിൻ്റെ പൈസയ്ക്ക് വാങ്ങിയ ഈ കേക്കാണെന്ന്. അപ്പോൾ റോസ് ആണെങ്കിൽ അത് കേട്ട് ചിരിച്ചിട്ട് അവനോട് പറയണേ ടേസങ് ആണ് ഞങ്ങളോട് ഈ കടയെ പറ്റി പറഞ്ഞതെന്ന്. അപ്പോൾ ഹേബോം ആണെങ്കിൽ അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് പറയുന്നു ബാ നമുക്ക് എല്ലാവർക്കും കേക്ക് കഴിക്കാമെന്ന്. അതിനുശേഷം ആൻറ്റി കാലിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻറ്റി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടേക്ക് ഹേബോമും ടേസങ്ങും വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ആൻറ്റി ആണെങ്കിൽ ഹേബോമിന് വേണ്ടി കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ കേക്ക് എടുത്തിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആൻറ്റി ഷോക്കായി പോവുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല ഹേബോമും ടേസങ്ങും കിസ് ചെയ്യുന്നത് ആൻറ്റി കാണുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. അതിൽ ആൻറ്റി ആണെങ്കിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ടേസങ്ങിൻ്റെ അച്ഛനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കേണ്ടതായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇനി ഇത് അവസാനിപ്പിക്കുന്നത്, ടേസങ്ങിനെ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഈ ആൻറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം പാവൻ ടേസങ് ആണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അത് കേട്ടിട്ട് നല്ല രീതിയിൽ കരയുന്നുമുണ്ട്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഹേബോമിനെയും ടേസങ്ങിനെയാണ് കാണിക്കുന്നത്. ഹേബോം ആണെങ്കിൽ ആൻറ്റിയെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ ആൻറ്റി ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഹേബോം അങ്ങനെ ടേസങ്ങിനോട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ടേസങ് ഹേബോം പറയുന്നത് കേട്ടിട്ട് പറയാണ് എന്തായാലും അമ്മ നിൻ്റെ മിസ് കോൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചു വിളിക്കുമെന്ന്. അപ്പോൾ ഹേബോം പറയുന്നു ഇപ്പോൾ ആൻറ്റിയോട് സംസാരിക്കാനേ പറ്റുന്നില്ല, ഒരുപക്ഷെ ആൻറ്റിക്ക് വയ്യ എന്തോ എന്ന്. അപ്പോൾ ടേസങ് പറയുന്നു അങ്ങനെയൊന്നും ആയിരിക്കില്ല, അമ്മ ഇപ്പോൾ ബിസി ആയിരിക്കും, അതായിരിക്കും കോൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഹേബോം പറയുന്നു എന്തായാലും നീ ഒന്ന് ആൻറ്റി അങ്ങോട്ട് വിളിക്കണേന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ടേസങ് ചോദിക്കുന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പകരം നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന്. ടേസങ് വേറെന്തോ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഹേബോം പറയണേ ഞാൻ നിന്നെ ഒരു നല്ല മകനാക്കാനാണ് അങ്ങനെ പറഞ്ഞത്, എന്താ നീ എനിക്ക് വേണ്ടി അത് ചെയ്യില്ലേന്ന്. അപ്പോൾ ടേസങ് ചിരിച്ചിട്ട് പറയുന്നു ശരി ഞാൻ വിളിക്കാന്ന്. അവിടെ ആൻറ്റി ആണെങ്കിൽ മുമ്പ് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അന്ന് ടേസങ് ഹേബോമിനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ പോയ സമയത്ത് ആൻറ്റി ഇത് ഫൈറ്റ് ചെയ്യണമെന്ന് കരുതിയതും അതുപോലെ അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങിയതും ഇപ്പോൾ അവർ രണ്ടുപേരും കിസ് ചെയ്തത് കണ്ടത് അങ്ങനെ എല്ലാം ഓർത്തിട്ട് ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഇതൊന്നും ഒരിക്കലും നടക്കില്ല, ഇതൊന്നും പോസിബിൾ അല്ലെന്ന്. പിന്നെ ഹേബോമിനെയാണ് കാണിക്കുന്നത്. അവൻ കോളേജിലൂടെ നടക്കുന്ന സമയം അവിടേക്ക് റീനു വന്നിട്ട് അവനോട് ചോദിക്കുന്നു ഹേബോം നീ എവിടേക്ക് പോകുന്നു എന്ന്. അപ്പോൾ ഹേബോം പറയുന്നു ഞാൻ ലൈബ്രറിയിലേക്ക് പോകുന്നു എന്ന്. അപ്പോൾ അവൾ പറയുന്നു ലൈബ്രറിയിലേക്കോ എന്നാൽ ഞാനും വരുന്നു, നമുക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ച് ലഞ്ചൊക്കെ കഴിക്കുക, അതുപോലെ പ്രോജക്റ്റും ബാക്കി ചെയ്യാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു ഓക്കെ എന്ന്. അതിനുശേഷം റെന്നാണെങ്കിൽ ടേസങ്ങിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ടേസങ് കോള് കട്ട് ചെയ്തതിന് ശേഷം റെന്ന് ചോദിക്കുന്നുണ്ട് നീ ഹേബോമിനോടാണോ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന്. അതേ ഹേബോമാണ് വിളിച്ചത്, അവന് റീനുവിൻ്റെ കൂടെ എന്തോ പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് അവൻ അവളെ കൂടെ ആയിരിക്കും ലഞ്ച് കഴിക്കുന്നത് എന്ന് പറയാനായിട്ടാണ് വിളിച്ചതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന റെന്ന് ചോദിക്കുകയാണ് നീ നല്ല ജലസ് ആകുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന അവൻ പറയാണ് ഞാൻ ജലസൊന്നും ആകുന്നില്ലെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന റെന്ന് പറയാണ് നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. റെന്ന് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന ടേസങ് ആണെങ്കിൽ ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നു, നീ വരണമെങ്കിൽ വാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അവൻ്റെ പിന്നാലെ റെന്നു ഓടുന്നുണ്ട്. അവിടെ ഹേബോമും റീനുവും കൂടി പ്രോജക്റ്റ് ചെയ്യുന്ന സമയം ഹേബോമിൻ്റെ ഫോണിലേക്ക് ടേസങ് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഇത് കാണുന്ന ഹേബോം ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് കാണുന്ന റീനു ചോദിക്കുന്നുണ്ട് ഹേബോം നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ മെസ്സേജ് അയച്ചതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അല്ല ടേസങ് ആണ് മെസ്സേജ് അയച്ചതെന്ന്. അപ്പോൾ റീനു പറയാണ് ആരെങ്കിലും നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ നിങ്ങൾ രണ്ടുപേരും
കപ്പിൾസ് ആണെന്നേ പറയൂ എന്ന്. അപ്പോൾ ഹേബോം ആണെങ്കിൽ അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. രാത്രി ഹേബോമും റീനുവും കൂടി ഒരു കഫേയിലിരിക്കുകയാണ്. അപ്പോൾ ആ കഫേയിലേക്ക് ടേസങ് റെന്നും കൂടി പോകുന്നുണ്ട്. ടേസങ് ആണെങ്കിൽ അതിനകത്തേക്ക് കയറിയിട്ട് ഹേബോമിനെ നോക്കി ചിരിച്ചിട്ട് മറ്റൊരു സീനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ റെന്നു ചോദിക്കുന്നു, ഡാ നീ ഹേബോമിനെ കാണാനല്ലേ ഇവിടേക്ക് വന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതെ ഞാൻ അവനെ കാണാനായിട്ടാണ് വന്നത്, പക്ഷേ ഞാൻ അവനോട് പ്രോമിസ് ചെയ്തായിരുന്നു ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന്. അത് കേട്ടിട്ട് റെന്നു ചോദിക്കുകയാണ്, ഡാ നിനക്ക് ഹേബോമിനെ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതെ എനിക്ക് ഹേബോമിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. കുറച്ച് സമയത്തിന് ശേഷം ഹേബോം ആണെങ്കിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടേസങ്ങിന് അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ടേസങ് ഞാൻ റീനുവിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വരാമെന്ന്. അപ്പോൾ ടേസങ് പറയുന്നു, ആ ഓക്കെ എന്ന്. പിന്നെ ഹേബോം വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ വരുന്ന സമയത്ത് ടേസങ് ആണെങ്കിൽ നേരത്തെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഹേബോം വാഷ്റൂമിലേക്ക് പോകുന്നു. ഈ സമയം ടേസങ് ആണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഹേബോമിനെ കാത്തവിടെ ഇരിക്കുന്നു. വാഷ്റൂമിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ഹേബോം ആണെങ്കിൽ ടേസങ്ങിനെ കണ്ടിട്ട് ചോദിക്കുന്നു, ടേസങ് നീ ഉണർന്നു എന്ന്. അപ്പോൾ ടേസങ് പറയുന്നു, ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത്, പിന്നെ നീ എന്താ റീനുവിനെ പെട്ടെന്ന് എന്നെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് വരാത്തത്, നിനക്കിപ്പോൾ എന്നെ പറ്റി ഒരു ചിന്തയും ഇല്ല, നീ ഇപ്പോൾ എപ്പോഴും ആ റീനുവിൻ്റെ ഒപ്പം അല്ലേ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹേബോം പറയണ്, അങ്ങനെയൊന്നും അല്ല, ഞാൻ ആ ഗ്രൂപ്പ് പ്രോജക്റ്റ് തീർത്തിട്ട് വരാമെന്ന് കരുതി, കാരണം ആ പ്രോജക്റ്റിൻ്റെ മാർക്ക് വെച്ചാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫൈനൽ ഗ്രേഡ് കൗണ്ട് ചെയ്യുന്നത്, എനിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടൂ എന്നും അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ടേസങ് പറയാണ്, ആ ശരി എന്ന്. ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം രണ്ടുപേര് ഹഗ് ചെയ്യണം. പിന്നെ രണ്ടുപേര് റൊമാൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. പിറ്റേന്ന് ഹേബോം ആണെങ്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം ആൻറ്റി അവനെ കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റിയും അവനും കൂടി സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹേബോം ആൻറ്റിയോട് ചോദിക്കുന്നു, ആൻറ്റി ഇപ്പോൾ ഒരുപാട് ബിസിയിലാണല്ലേ എന്ന്. അപ്പോൾ ആൻറ്റി പറയുന്നു, ആ അതെ എനിക്കറിയാമായിരുന്നു ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് നീ എന്തായാലും നല്ല ടെൻഷൻ അടിക്കുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ മാത്രമല്ല ടേസങ്ങും ഒരുപാട് ടെൻഷൻ അടിച്ചു എന്ന്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ആൻറ്റി ചോദിക്കുകയാണ്, ആ പിന്നെ ടേസങ്ങുമായിട്ടുള്ള താമസം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആ അതൊക്കെ നല്ലതായിട്ട് തന്നെ പോകുന്നു, ആൻറ്റി ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ടേസങ്ങ് വഴിയിലൂടെ നടക്കുന്ന സമയം അവനെ ആണെങ്കിൽ ആൻറ്റി കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയണേ, എനിക്ക് നിന്നോട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നീ വൈകിട്ട് വീട്ടിലേക്ക് വാ, പിന്നെ നീ ഹേബോമിനെ കൊണ്ടുവരണ്ട, നീ ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ അപ്പം തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അമ്മ പറയണേ, ടേസങ് ഞാൻ ആദ്യമേ നിന്നോട് എന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, ഒരു ദിവസം ഞാൻ നീയും ഹേബോമും കൂടി കിസ് ചെയ്യുന്നത് കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ടേസങ് പറയുന്നു, ഞങ്ങൾ ഡേറ്റിങ്ങിലാണെന്ന്. അത് കേട്ടിട്ട് അമ്മ ചോദിക്കുന്നു, നീയും ഹേബോമും ഡേറ്റിങ്ങിലാണെന്നോ, അത് ഇമ്പോസിബിൾ ആണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുകയോ അതുപോലെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം, ഞാൻ ഹേബോമും ഇഷ്ടത്തിലാണെന്നുള്ളത് ഉള്ള കാര്യമാണെന്ന്. അപ്പം അമ്മ പറയുന്നു, ആദ്യം എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാകുന്നത്, നിങ്ങൾക്കതിന് കഴിയില്ല എന്ന്. അപ്പം ടേസങ് പറയുന്നു, എനിക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ അത് സംഭവിച്ചു പോയി. പിന്നെ ഒരു കാര്യം, ഞാൻ അവനോടൊപ്പം ഉള്ള സമയത്ത് ഞാൻ വളരെ സന്തോഷത്തിലാണ്, എനിക്ക് ഹേബോം ഇല്ലാതെ ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന്. അപ്പോൾ അമ്മ പറയുന്നു, ടേസങ് നിനക്ക് തോന്നുന്നുണ്ടോ നിൻ്റെ അച്ഛനും മുത്തച്ഛനും ഇത് സമ്മതിക്കുമെന്ന്, ഒരിക്കലും അവരിത് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, അതിന് അവരെന്ത് പറയുമെന്ന് എന്തിനാണ് ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അമ്മ പറയുന്നു, ടേസങ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വളർന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് മാത്രമാണ്, പിന്നെ എൻ്റെ തെറ്റാണ് നിന്നെ ഞാൻ ലോൺലി ആയിട്ട് വളർത്തിയതെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, അമ്മ എന്താ പറയുന്നത്, അമ്മ പറയുന്നത് പോലെയൊന്നും അല്ല, എനിക്ക് ഹേബോമിനെ ഇഷ്ടമാണ്, അതുപോലെ തിരിച്ച് ഹേബോമിനും എന്നെ ഇഷ്ടമാണെന്ന്. ഇവൻ ഇങ്ങനെ വീണ്ടും പറയുന്നത് കേട്ടിട്ട് അമ്മ പറയാണ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ആരും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അവസാനം നിങ്ങൾ രണ്ടുപേരും ഇത് ഓർത്ത് ഖേദിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഓ ഇപ്പോൾ അമ്മ എന്നെ ഓർത്ത് ഖേദിക്കുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, ടേസങ് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം പെട്ടെന്ന് അവനാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റിട്ട് പറയേന്, പിന്നെ നമ്മൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ച കാര്യമൊന്നും നിങ്ങൾ എന്തായാലും ഹേബോമിനോട് പറയരുത്, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അവ ഒരു സെൻസിറ്റീവ് ക്യാരക്ടർ ഉള്ള ഒരാളാണെന്ന്, അതുകൊണ്ട് അവനോട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് അവനെ വെറുതെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ്. അവൻ പോകുന്നത് ഒരു ബാറിലേക്കാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ, പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.